കൂട്ടമായിട്ട് മറ്റേ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുക, അങ്ങനത്തെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒരുപാട് ഒരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഇപ്പം ആസ് എ ടീം നിങ്ങൾ എല്ലാവരും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ നോക്കിക്കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് ക്യാമ്പയിൻസ് ഉണ്ടാകാതിരിക്കും. ക്യാമ്പയിൻസ് ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ക്യാമ്പയിൻസ് ഇല്ല എന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. അത് ഒബ്വിയസ്ലി പല സമയത്തും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിൻ്റെ അവസ്ഥ കണ്ടില്ലായിരുന്നു. തൃശ്ശൂരെങ്ങാണ്ടുള്ള തിയേറ്ററാണ്. ഒരു സിനിമ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സിനിമ കളിക്കുമ്പോൾ ഇപ്പുറത്തെ ടിക്കറ്റ് മറ്റേ പുള്ളി ബുക്ക് ചെയ്യുകയും ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുന്നതായിക്കൂടെ മറ്റു പലതുമൊക്കെ. അതൊരു അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിക്കൂടെ, അങ്ങനെ ആലോചിക്കാമല്ലോ. അപ്പോൾ അതിനകത്തൊരു ഇതാണ് ഇപ്പം സംഭവിച്ചത് ഇതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. മേ ബി അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. നമുക്കതിനകത്തൊരു കൃത്യം ക്ലിയർ കട്ട് ഡെഫിനിഷൻ നമുക്ക് അത് കണ്ടുപിടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനത് പറയാൻ ആളല്ല.